മൈ ഡ്രീം ഫുഡ് സ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ഷമാം വെച്ച് ഒരു ജ്യൂസ് ഉണ്ടാക്കിയാലോ? എങ്കിൽ പിന്നെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി നല്ലൊരു പഴുത്തൊരു ഷമാമ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിവനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിവനെ രണ്ടായിട്ട് കട്ട് ചെയ്യാം. നല്ല പഴുത്ത ഷമാം ഫ്രൂട്ടാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള സീഡുകളൊക്കെ എടുത്ത് മാറ്റാം. സ്പൂൺ കൊണ്ട് ഇതിനെ സ്കൂപ്പ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് ആക്കാം. നമുക്ക് ഇതിനെ ഓരോന്നായിട്ട് സ്കൂപ്പ് ചെയ്തെടുത്ത് മാറ്റാം. ഇവനെ നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് പാലും പഞ്ചസാരയും എല്ലാം ഒന്ന് അടിച്ച് പിഴിഞ്ഞിട്ട് വരാം. മിക്സിയുടെ ജാറിലേക്ക് ഇവനെ നമുക്ക് തട്ടിക്കൊടുക്കാം. രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാലൊഴിച്ചു കൊടുക്കാം. പാല് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. തണുത്ത പാല് കട്ടയായിട്ടുള്ളതാണെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ തണുത്ത പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവനെ ഒന്നിനി അടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ഷമാം ഇവിടെ ജ്യൂസ് ആയിട്ടുണ്ട്. നമുക്കിവനെ ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിക്കാം. നമ്മുടെ ജ്യൂസ് ഇനി ഇവനെ നമുക്കിനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചിയ സീഡ് ഒഴിച്ചു കൊടുക്കാം. കസ്കസോ ചിയ സീഡോ നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ചിയ സീഡാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ ഐസ്ക്രീം കൂടെ നമുക്ക് ഈ ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കാം. ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇവിടെ കുറെ പേര് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഐസ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ല ഭംഗിയായിട്ടില്ലേ? നമ്മുടെ ഷമാം കൊണ്ട് ഒരു അടിപൊളി ഒരു ജ്യൂസ് തയ്യാറായി. നമ്മൾ ജ്യൂസ് കടയിൽ നിന്നിട്ട് ജ്യൂസ് കുടിക്കുന്നത് പോലെ ഇല്ലേ? കണ്ടോ, അതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ ഒരു അടിപൊളി ഷമാം ജ്യൂസ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കിവനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഞാൻ തന്നെ ചെയ്ത് നോക്കാം, കാരണം ഞാനല്ലേ ഉണ്ടാക്കിയത്. സൂപ്പർ ആയിട്ടുണ്ട്. ഷമാം കിട്ടുമ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. സൂപ്പർ ഐറ്റം ആണത്. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ. ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം. ഇനി ഒരു വലിയൊരു കൊച്ചിന് കൊടുക്കാൻ